ഗൈസ്, നമ്മുടെ കയ്യിലെ വെജിറ്റബിൾസ് ഒന്നുമില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓടിപ്പോയി ഒരു മുരിങ്ങയില തൈ ഉണ്ടെങ്കിൽ കുറച്ച് മുരിങ്ങയില പൊട്ടിച്ചെടുത്തിട്ട് നമുക്കിതാ ഇതുപോലെ മുരിങ്ങയില എലിശ്ശേരി, മുരിങ്ങയില പരിപ്പ് കറി, മുരിങ്ങയില ചക്കക്കുരുയിട്ട കറി, മുരിങ്ങയില വെറും കറി, അങ്ങനെ നാടൻ കറികളെല്ലാം നമ്മൾ തയ്യാറാക്കാറുണ്ട്. ഇപ്പോൾ മിക്കവാറും വീടുകളിലും മുരിങ്ങയിലും പപ്പായയും മുളകും തൈയൊന്നും ഇല്ലാത്ത വീടുകളിപ്പോൾ അപൂർവമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇന്നുണ്ടാക്കുന്നത് മുരിങ്ങയില എലിശ്ശേരി കറിയാണ്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യേണ്ട കാരണം. അപ്പോൾ നമുക്ക് നേരെ എങ്ങനെ കറി തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുരിങ്ങയില എടുക്കുന്നുണ്ട്. മുരിങ്ങയില ഞാൻ കുറച്ച് തോരനും കുറച്ച് മാത്രമേ കറിയിലേക്ക് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുവരാം. നല്ല ഫ്രഷ് മുരിങ്ങൻ്റെ ആയതുകൊണ്ട് എളുപ്പത്തിൽ നന്നാക്കാൻ കഴിയും. നമ്മൾ നന്നാക്കുന്നത് കുറച്ച് എളുപ്പപ്പണിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ മുരിങ്ങയില എങ്ങനെ കേടുകൂടാതെ നമുക്ക് ഫ്രിഡ്ജിൽ ഒരു 2 ആഴ്ച 3 ആഴ്ചത്തേക്ക് സൂക്ഷിക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. അപ്പോഴത്തേക്ക് നമ്മുടെ മുരിങ്ങയിലൊക്കെ ഇതാ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി കറിക്ക് വേണ്ടിയിട്ട് ഞാനിതാ ചെറിയൊരു ഗ്ലാസ്സിൻ്റെ പരിപ്പാണിട്ട് എടുത്തിട്ടുള്ളത്. ഇത് ഞാനൊരു അരമണിക്കൂർ മുന്നേ കുതിർത്തി നന്നാക്കി വാഷ് ചെയ്ത് ഇതാ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാനിത് ചട്ടിയിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. മൊത്തത്തിലൊക്കെ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് പരിപ്പ് വേവാൻ ആവശ്യമായ വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഗ്യാസിലാണ് ഞാൻ വയ്ക്കുന്നത്. ഇനി നമുക്ക് കുക്കറിൽ വേണമെങ്കിൽ ഒരൊറ്റ വിസിലിന് ഇത് വേവിച്ചെടുത്താൽ മതി. ഇനി പരിപ്പ് വേകുമ്പോഴത്തേക്ക് ഞാനിതാ ഒരു മുറി തേങ്ങ ഞാൻ കറിക്ക് വേണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് തേങ്ങ ഞാൻ വറവിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് എലിശ്ശേരി കറിക്ക് ആവശ്യം വേണ്ട കുറച്ച് ഐറ്റംസ് എല്ലാം ഈ തേങ്ങയിൽ ആഡ് ചെയ്യാൻ പോവണേ. 1 സ്പൂണ് നല്ല ജീരകമാണ് എടുക്കുന്നത്. കുറച്ച് ചെറിയുള്ളി എടുക്കുന്നുണ്ട്. ഒരു 5-6 എടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു പച്ചമുളക്, ഒരു 1/2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഇത് നന്നാക്കി അരച്ച് കൊണ്ടുവരാം. അപ്പോൾ അത് നന്നാക്കി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പ് ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഒന്ന് വേവ് നോക്കാം. ഏകദേശം പരിപ്പൊക്കെ നന്നാക്കി കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടൊമാറ്റോ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ഉപ്പ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അതാണ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നാക്കി ടൊമാറ്റോ വെന്തിട്ടുണ്ട്. പരിപ്പൊക്കെ നന്നാക്കി വെന്തൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കിയ മുരിങ്ങേൻ്റെ ഇലയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അടിച്ചു വെച്ച തേങ്ങയും ഒഴിച്ചു കൊടുക്കുകയാണ്. കറിക്ക് ആവശ്യമായ വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെക്കാണ്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ മുരിങ്ങയിലൻ്റെ ഫ്രഷ്നെസ് ഒരിക്കലും നഷ്ടപ്പെടില്ല. ഓക്കെ, കുറച്ച് തിക്നെസ്സിലാണ് ഏറ്റവും ബെറ്റർ കറി. അപ്പോൾ ഒക്കെ നന്നാക്കി തിളച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത്ര വെള്ളം മതിയോ? ഇനി നമുക്ക് കറിയൊക്കെ ഒന്ന് ഇറക്കി വയ്ക്കാം. ചൂടാറുമ്പോൾ കറിക്ക് ഒന്നുകൂടെ തിക്നെസ് കൂടുക. വറവിടാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1.5 സ്പൂണൊക്കെ ഒഴിച്ചാൽ മതി. ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഒരു 2 വറ്റൽമുളകാണ് നടു കട്ട് ചെയ്തിട്ട് കൊടുത്തതാണ്. ഇനി ഞാൻ ചിരക്കി വെച്ച തേങ്ങ കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് കുറച്ച് കറിവേപ്പിലും ഗോൾഡൻ കളറാവണ വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മുടെ തേങ്ങ ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഗ്യാസ് എല്ലാം ഓഫാക്കി വെച്ചു. ഇത് നന്നാക്കി വടിച്ചിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മുടെ മുരിങ്ങേൻ്റെ ഇല എലിശ്ശേരി കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. മുരിങ്ങയിലയുടെ ഔഷധ ഗുണത്തെക്കുറിച്ചൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വൈറ്റമിൻ എ ഏറ്റവും റിച്ച് ആയിട്ടുള്ളൊരു ഇലയാണ് മുരിങ്ങയില. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും കണ്ണിനും മുടിക്കും ഒക്കെ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇലയാണ്. കൂടാതെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന നീരിനൊക്കെ വളരെ പെർഫെക്റ്റാണ് കേട്ടോ മുരിങ്ങേൻ്റെ ഇല. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. തോനെ കറി പറഞ്ഞിട്ടോ, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്